Hey Meta, take a picture. എടുത്തില്ല. നമുക്ക് ഇതിനെ കൊണ്ട് പാട്ട് പ്ലേ ആയിരിക്കാം. ഹേ മെറ്റ, കണ്ടിന്യൂ പ്ലേ മ്യൂസിക്. നടക്കുന്നില്ല. നമ്മൾ കുറച്ച് നാളായിട്ട് ഈ വീഡിയോകളിലും പിന്നെ ഒക്കെ കാണുകയും വളരെയധികം എക്സ്പെക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരു സാധനം നമ്മൾ ഓർഡർ ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കില്ല. ഇതാണ് പാക്കറ്റ്. ഇതിനകത്തുള്ള സാധനം നമുക്ക് നോക്കാം എന്താണ്. ക്ലാപ്പിനകത്തൂടെ കിട്ടി. സാധനം കിട്ടി. ഇതിൻ്റെ അകത്ത് ഇനി എന്താണ്ടൊക്കെ പരിപാടി ഉണ്ടാക്കാം. ഇത് കണ്ട, ഇതിനകത്ത് ഇത്രയും ചെറിയൊരു സാധനം തരാം നമ്മൾ ഓർഡർ ചെയ്ത സാധനം. അപ്പോൾ കുറച്ച് നാളുകളായിട്ട് നമ്മൾ റേബാൻ്റെ ഒരു മെറ്റാ ഗ്ലാസ് മേടിക്കണമെന്ന് വിചാരിച്ചായിരുന്നു. അപ്പോൾ ജെൻ 1 വന്നപ്പോഴത്തേക്ക് ജെൻ 1ൻ്റെ സ്പെക്സ് അത്രയ്ക്ക് പോരായിരുന്നു. ഞാൻ വായിച്ചു നോക്കി, അറ്റ്ലീസ്റ്റ് എനിക്ക് അങ്ങനെ തോന്നി. അപ്പോൾ ഞാൻ ഓർത്ത് ഓക്കെ, ഇനിയിപ്പോൾ എന്തുവാണെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു അപ്ഡേഷൻ വരുത്തും എന്നുള്ളൊരു പ്രതീക്ഷയോടെ ഇരിക്കുമായിരുന്നു. അങ്ങനെയാണ് ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഒരു മെറ്റാ കോൺഫറൻസ് വന്ന് ആ മെറ്റാ കോൺഫറൻസിൽ സുക്കൻബർഗ് മറ്റേ ഈ മെറ്റായുടെ ഡിസ്പ്ലേ മറ്റേ ഒരു കണ്ണിൽ ഡിസ്പ്ലേ ഉള്ള ഗ്ലാസ് വെച്ച് പിന്നെ അനൗൺസ് ചെയ്ത കൂടെ ജെൻ 2 അനൗൺസ് ചെയ്ത്. അപ്പോൾ ഞാൻ ജെൻ 2 ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് സാധനം. തുറന്നു നോക്കാം, നമുക്ക് ഒരുമിച്ച് തുറന്നു നോക്കാം. ആഹാ, എന്ത് നല്ല സൗണ്ട്. ഇത് പാക്കറ്റ് പൊട്ടി ഇങ്ങനെ തുറന്ന് മലന്ന് മൊത്തത്തിൽ കൈ കിട്ടും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഒരു നൈസ് പൗച്ച്, നല്ല ഫിനിഷുള്ള പൗച്ച്. കണ്ടിട്ട് സിന്തറ്റിക് ലെതർ ആണോ? ഒന്നുകിൽ സിന്തറ്റിക് ആകാം, അല്ലെങ്കിൽ മറ്റേ ജെനുവിൻ ലെതർ ആകാം, എന്തുവാണല്ലോ സാധനം. അതിനകത്ത് ഇരിപ്പുണ്ട് നമ്മുടെ ആള്. ഇതിൻ്റെ ഈ ഫ്രണ്ടിലുണ്ട് ഒരു ബട്ടൺ ഉണ്ട്. ഇത് ഓറഞ്ച് ലൈറ്റാണ്, ഇത് ഓറഞ്ച് കളറ്. എനിക്ക് തോന്നുന്നത് ഞാൻ വായിച്ചിടത്തോളം ഇത് നമ്മൾ ചാർജ് ചെയ്യുമ്പം ഇത് ഫുൾ ചാർജ് ആകുമ്പോൾ ഇത് ഗ്രീൻ കളറായി മാറും. ഇതപ്പോൾ എന്താണ് നമുക്ക് തുറന്നു നോക്കാം. തുറന്നപ്പോൾ എന്താണ്ട് ഇതിനകത്ത് ഇരിപ്പുണ്ട് ആള്. എങ്ങനെ എടുക്കുന്ന സാധനം? കൊള്ളാം. ഇതാണ് പാർട്ടി. 2 കാലയിൽ ഓരോ ഐറ്റംസ് ഉണ്ട്. അത് നമ്മൾ ഊരുന്നു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇത് ഞാൻ ട്രാൻസിഷൻ ഗ്ലാസ്സാണ് മേടിച്ചത്. അതാകുമ്പോൾ എനിക്ക് നോർമൽ ഉപയോഗത്തിന് വീട്ടിലിരിക്കുമ്പോഴോ അല്ല ഓഫീസിലിരിക്കുമ്പോഴോ ഒക്കെ ഉപയോഗിക്കാം. വെളിയിറങ്ങുമ്പം വേറെ കണ്ണാടി നോക്കേണ്ട ആവശ്യമില്ല. ഇത് കളർ മാറിക്കോളും എന്നുള്ള ഒരു പരിപാടിയാണ്. പിന്നെ ഇതിൻ്റെ ഈ കേസിനകത്ത് ചാർജ് ചെയ്യുന്ന കേസിനകത്താണ്. ഈ കേസിൻ്റെ ഉള്ളിൽ ഇതുണ്ടോ, ഈ സാധനം കണ്ടോ? ലിപ്പിൻ്റെ അവിടെ നമ്മുടെ ഈ മൂക്കിൻ്റെ അവിടുത്തെ സാധനം വരുന്നതാണ്. അപ്പം ഈ സാധനത്തിനകത്ത് സി പോർട്ട് വെച്ച് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിനകത്തേക്ക് വെച്ചാൽ മതി എന്നാണ് പറയുന്നത്. പിന്നെ മാത്രമല്ല, ഞാൻ ഇത് മേടിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം എന്നുള്ളത് ഫസ്റ്റ് ജെന്നിനകത്ത് ബാറ്ററി ബാക്കപ്പ് വളരെ കുറവായിരുന്നു. ഞാൻ ഇവരുടെ റിവ്യൂകളും റെഡിറ്റിലും അവിടെയൊക്കെ വായിച്ചപ്പോഴൊക്കെ എല്ലാവരും തന്നെ കംപ്ലൈൻറ്റ് ചെയ്തുകൊണ്ടിരുന്നൊരു മെയിൻ കാര്യം ബാറ്ററി ബാക്കപ്പ് ഒട്ടുമില്ല, ഒരു വീഡിയോ എടുത്ത് അപ്പം തന്നെ പോകും, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പം സുക്കർബർഗ് തന്നെ പറഞ്ഞേക്കുന്നത് ഇതിനകത്ത് സോൾവ് ചെയ്തിട്ടുണ്ട് എന്നാണ്. 8 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് നോക്കാം. അതുപോലെ വീഡിയോ ക്വാളിറ്റി മറ്റേതിനകത്ത് 1080p ആയിരുന്നു. ഇതിൽ 3K വരെ റെക്കോർഡ് ചെയ്യാൻ സാധിക്കുമെന്നും ഡിഫറെൻറ്റ് ഫ്രെയിം റേറ്റ്സ് യൂസ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇവർ പറയുന്നുണ്ട്. നമുക്ക് ഇതിന് സത്യാവസ്ഥ എന്നാണെന്ന് നമുക്കറിയത്തില്ല. ഇത് പാക്കറ്റ് പൊട്ടിച്ചതേ ഉള്ളൂ. ഇതിനൊന്ന് ചാർജ് ചെയ്ത് ഒന്ന് ഉപയോഗിച്ചിട്ട് ഞാൻ കുറച്ച് പറയാം. അതുപോലെ തന്നെ ഞാൻ ഇതിനകത്തുനിന്നുള്ള
ഇതിലൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ട് എങ്ങനെയാണെന്ന് പറയാം. ഞാനിത് ഇത് മേടിക്കുന്നതിന് വേണ്ടിയായിട്ട് ഞാൻ ആദ്യം ഇവിടുത്തെ ഒരു സ്റ്റോറിൽ പോയായിരുന്നു. അപ്പോൾ അവിടെ പോയപ്പോൾ അവിടെ ഈ റെയ്ബാൻ്റെ തന്നെ വേഫറർ കൂടാതെ വേറെ 2 സ്റ്റൈലും കൂടെ ഉണ്ട്. ഒന്ന് സ്കൈലർ, വേറെ ഒന്ന് പേര് കൃത്യനിക്കത്തില്ല, ഒരു ഐറ്റം ഉണ്ട്. അതുകൂടാതെ ഓക്ലി എന്ന് പറഞ്ഞ മറ്റേ സ്പോർട്സ് സൺഗ്ലാസ് വെയറിൻ്റെ ഒരെണ്ണമുണ്ട്. ഇതിൻ്റെ എനിക്ക് തോന്നുന്നത് ഇതാണ്, ഇത് ക്യാമറയും ഇത് ഒരു ചെറിയ ലൈറ്റും എങ്ങാണ്ടാണ്. അത് നമ്മളിപ്പം റെക്കോർഡ് ചെയ്യുകയോ ഒക്കെ ആണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ വീഡിയോ എടുക്കുകയോ ഫോട്ടോ എടുക്കുകയോ ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഡിസ്പ്ലേ ലൈറ്റ് ഓണാകും തോന്നുന്നു. നോക്കട്ടെ. ഇതിൻ്റെ ഉള്ളിൽ കണ്ടോ, ഇവിടെ ഒരു ബട്ടണുണ്ട്. എനിക്ക് ഈ ബട്ടണാണ് ഇതിനെ ടേൺ ഓൺ ചെയ്യേണ്ടത്. ഓക്കെ, ഓണായി, സാധനം ഓണായിട്ടുണ്ട്. ഇനി ഹെയ്മെറ്റ ഇല്ല കേട്ടോ, ഹെയ്മെറ്റ് ഒന്നും വേണ്ടി കേൾക്കുന്നില്ല. മിക്കവാറും ചാർജ് ചെയ്യണമായിരിക്കും. ഇതിൻ്റെ പരിപാടി എങ്ങനെയാണ്? നമുക്ക് ഇല്ല, മിക്കവാറും ഇതിനകത്ത് ചാർജ് ഇല്ലായിരുന്നല്ലോ. മിക്കവാറും ഇതിനകത്ത് ചാർജ് കയറി കാണത്തില്ല. ചാർജ് ചെയ്യണം. ഞാനിത് കടയിൽ പോയി മേടിക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവിടെ ഉണ്ടായിരുന്ന വേറെ ഗ്ലാസ്സുകളിനകത്ത് ഓക്ലി ചെയ്യാൻ വെച്ചു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കിയപ്പം എനിക്ക് ഈ സ്റ്റൈലാണ് ഇഷ്ടപ്പെട്ടത്. ഇത് ഇച്ചിരി ഒരു ക്ലാസിക് സ്റ്റൈലാണ്. വേഫറർ ഞാൻ പണ്ടോട്ടെ മേടിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടിരുന്നൊരു ബ്രാൻഡാണ്, ഒരു മോഡലാണ്. നമുക്ക് ഏവിയേറ്റർ കഴിഞ്ഞിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം വേഫറായിരുന്നു. അങ്ങനെയാണ് ഞാൻ നമ്മുടെ നോർമൽ ഗ്ലാസ്സുകളൊക്കെ തന്നെ എവിടെയൊക്കെയോ ഒരു ഏവിയേറ്റർ ഇൻസ്പിറേഷൻ ഉള്ളതാണ്. അപ്പോഴാണ് നമ്മൾ എന്നാലൊരു വേഫററിൻ്റെ ഒരു ഗ്ലാസ് നോക്കണം എന്നൊരു ആഗ്രഹം തോന്നി. നമുക്ക് ഈ ക്നാപ്പും ചാർജ് ചെയ്യട്ടെ ആദ്യം. അപ്പം നമ്മൾ ഇതിൻ്റെ ഇനിഷ്യൽ സെറ്റപ്പ് ചെയ്തു. അത് കുറച്ച് ഇതിൻ്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനും അത് കഴിഞ്ഞിട്ട് കുറച്ച് ചെറിയ ഇനിഷ്യൽ ട്യൂട്ടോറിയൽസും അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ എന്താണ്ടൊക്കെ കുറേ സാധനങ്ങൾ എസ് പറഞ്ഞു വിടണം. ഇനി നമുക്ക് അപ്പോൾ അതിനകത്ത് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. അപ്പം ഉദാഹരണത്തിന് ഒരു ഇമേജ് എടുക്കാനാണെന്നുണ്ടോ ചുമ്മാ ഹേമറ്റ ടേക്ക് എ പിക്ചർ എടുത്തില്ല. ഹേമറ്റ ഹലോ. ഓ, അപ്പോൾ ഞാനിപ്പോൾ ഈ മൈക്രോഫോണിൽ കൂടെയാണ് വർത്താനം പറയുന്നത്. എനിക്കറിയത്തില്ലായിരുന്നു കേട്ടോ. ഓരോ കാര്യങ്ങൾ പഠിക്കുകയാണല്ലോ. സോ എൻ്റെ ഇവിടെ ഒരു ബട്ടണുണ്ട്. ഈ ബട്ടണെ ക്ലിക്ക് ചെയ്താൽ ഇമേജ് എടുത്തു. ഉണ്ടോ, ഒരു മിനിറ്റ് കണ്ട. അപ്പം ഇതാണ് ലൈറ്റ്, ഇതാണ് ക്യാമറ. പിക്ചർ എടുക്കാൻ വേണ്ടി ഇതിലൊന്ന് പ്രസ് ചെയ്താൽ മതി. വീഡിയോ ആണെങ്കിൽ നമ്മളിതിൽ ഹോൾഡ് ചെയ്യണം. അപ്പം ഇത് ഹോൾഡ് ചെയ്താൽ വീഡിയോ എടുക്കും. പക്ഷേ ഇപ്പോൾ അതെന്താണെന്ന് എനിക്കൊന്ന് ഇത് മൈക്ക് ഇതിൽ കണക്റ്റ് ആയിരിക്കുന്നത് കൊണ്ട് വർക്കാകുന്നില്ലാത്താന്ന് തോന്നുന്നു. പിന്നെ മ്യൂസിക്കുള്ള ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഇതിൽ സാധനം കൈ കിട്ടിയതേ ഉള്ളൂ. നമുക്കപ്പോൾ അതിൻ്റെ ഉപയോഗം അങ്ങോട്ട് ശരിയായി വരുന്നില്ല. ഇപ്പം തട്ടുമ്പോൾ സൗണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷേ ഇതിനൊന്നും മറുപടി ഒന്നും വരുന്നില്ല. ഹേമറ്റ ഇല്ല, ഒരനക്കവും ഇല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇത് ഫോണുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ ചുറ്റും എത്രയാ 5 or 6 മൈക്രോഫോൺ ഉണ്ട് എന്നാണ് ഇത് പറയപ്പെടുന്നത്. എത്ര മൈക്രോഫോൺ ഉണ്ട്? കുറേ മൈക്രോഫോണുകളുണ്ട്. ജി എത്ര എണ്ണം ഉണ്ടെന്ന് കേട്ടോ. ഇതിനകത്തൊരു ഇവരുടെ ഒരു ഡയഗ്രാം ഉണ്ട്. ഈ ഡയഗ്രത്തിൽ ഇവർ മെൻഷൻ ചെയ്തിട്ടുണ്ട് അതിനകത്തുള്ള ടെക്നോളജികൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന്. അപ്പം അത് പ്രകാരം 1, 2, 3, 4, 5 മൈക്രോഫോൺ ഉണ്ട് ഇതിനകത്ത്. ഇതിനകത്ത് എത്ര സ്പീക്കേഴ്സ് ഉണ്ടെന്ന് നോക്കട്ടെ. 1, 2, 3, 4 സ്പീക്കേഴ്സ് ഉണ്ട്. പിന്നെ LED-യും അങ്ങനത്തെ പരിപാടികളും ഒക്കെ. പിന്നെ ഈ ഗ്ലാസിൻ്റെ ഈ സൈഡിൽ ഈ ഫ്രെയിമിൻ്റെ ബാക്കിൽ ഇവിടെ ഒരു കുഞ്ഞു വെള്ള ലൈറ്റ് ഉണ്ട്. അപ്പം ഞാനിപ്പം നമ്മളിപ്പോൾ എന്തെങ്കിലും പിക്ചർ എടുത്തപ്പം ഇവിടെ മിന്നിയത് പോലെ തന്നെ ഇവിടെ ഒരു ചെറിയ കുഞ്ഞൊരു ബ്ലിങ്ക് ഉണ്ട്. അപ്പം നമുക്ക് ഈ ഇൻ കേസ് നമ്മൾ വീഡിയോ എടുക്കുകയാണ് എന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കപ്പോൾ അറിയാം ഇത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. അതുപോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ ഇതിനോട് ചോദിക്കാം. ഞാനിപ്പം
ഇവിടെ ഇരുന്നുകൊണ്ട് ചോദിച്ചപ്പം ഇതെന്താ ഞാൻ കാണുന്നത്, വാട്ട് ആം ഐ സീയിങ് എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു, ഓക്കെ ഇവിടെ 2-3 കമ്പ്യൂട്ടർ ഇരിപ്പുണ്ട്, ഇവിടെ ഒരു ക്യാമറ ഇരിപ്പുണ്ട്, ഇവിടെ ഒരു വെബ് ക്യാം ഉണ്ട്, ഹെഡ്ഫോൺ ഉണ്ട്, ചപ്പ് ചവറ്, കീബോർഡ്, അങ്ങനത്തെ കുറേ സാധനങ്ങളൂടെ കിടപ്പുണ്ട്. അപ്പം കുഴപ്പമില്ല. പക്ഷേ നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഇത് എവിടം വരെ പോകുമെന്ന് എനിക്കറിയത്തില്ല. ഐ മീൻ ഇതിൻ്റെ ഫീച്ചേഴ്സ് എങ്ങനെ എക്സ്പ്ലോർ ചെയ്യാം എന്നുള്ളത് നമ്മൾ ആയി വരുന്നേ ഉള്ളൂ. ഇത് മിന്നിക്കൊണ്ടിരിക്കുന്നത് വീഡിയോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ്. അപ്പോൾ ഇത് വോയിസ് കമാൻഡ് ചെയ്ത് നമുക്ക് ഈ ബട്ടണിൽ ഹോൾഡ് ചെയ്ത് വെച്ച് ഇതിനെ ഇനിഷ്യേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വോയിസ് കമാൻഡിൽ ചെയ്യാം. ഇപ്പം ഹേയ് മെറ്റ സ്റ്റോപ്പ് റെക്കോർഡിങ്, നിർത്തി. അപ്പം എനിക്കറിയത്തില്ല, ഞാൻ ഇത് ഓരോ ആക്ഷൻ നടക്കുമ്പോഴും നമ്മൾ വിളിക്കുമ്പോഴും നമ്മൾ മറ്റേ ഈ സിറീനെ ഒക്കെ വിളിക്കുമ്പോൾ ഉള്ള ഒരു സൗണ്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു ചൈമുണ്ട്. ആ ചൈമ് നമ്മുടെ ചെവി കേൾക്കാം. നമുക്ക് ഇതിൻ്റെ സ്പീക്കർ എങ്ങനെയുണ്ടോ നോക്കാം. നമുക്ക് ഇതിൻ്റെ സ്പീക്കർ എങ്ങനെ നോക്കാം, നമ്മൾ എന്തെങ്കിലും പ്ലേ ചെയ്യാം. ഹേയ് മെറ്റ പ്ലേ മ്യൂസിക്. നമുക്ക് ഇത് പ്ലേ ചെയ്യാൻ തുടങ്ങി. ഇവിടെ ഇതിൽ ഒരു ടാപ്പ് ചെയ്താൽ പൗസ് ആകും, മുന്നോട്ട് തട്ടിയാൽ വോളിയം കൂടും, ബാക്കിലേക്ക് തട്ടിയാൽ വോളിയം കുറയും. നമ്മൾ നോക്കാം, വോളിയം കൂടിയാൽ ഇതിൽ കേൾക്കാൻ പറ്റുമോ നോക്കാം. മാക്സിമം ആണെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോൾ വോളിയം മിനിമം ആണ്. മുന്നോട്ട് തള്ളുമ്പോൾ വോളിയം കൂടുന്നു. ഇതാണ് മാക്സിമം വോളിയം. നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന ഇയർഫോൺസും ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അടുത്ത് വരത്തില്ലെങ്കിൽ കൂടി ഒരു ഇത്രയും തിന്നായിട്ടുള്ള ഒരു സാധനത്തിൽ ഉള്ള സ്പീക്കർ എന്ന നിലയ്ക്ക് കൊള്ളാം. ഇതിൻ്റെ രണ്ട് ഈ സൈഡ് ഇവിടെ ഒരു സ്പീക്കർ, ഇവിടെയും അങ്ങനെ 2 സൈഡിലുമാണ് സ്പീക്കേഴ്സ് ഉള്ളത്. എന്തോ ഡയറക്ഷണൽ ഓഡിയോ അങ്ങനെ എന്താണ്ട് പരിപാടിയാണ്. അപ്പം നമ്മൾ ചെവിയിലേക്ക് ഡയറക്റ്റ് സൗണ്ടിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു, അങ്ങനെ എന്തൊക്കെ പരിപാടിയാണ് ഇവന്മാർ പറയുന്നത്. എന്തുവാണേലും അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമില്ല. പിന്നെ എന്നാ ഉണ്ട്, പിന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ നോക്കി ചോദിക്കുമ്പം അതെന്തെങ്കിലുമൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്, ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് ഹേയ് മെറ്റ ലുക്ക് വിച്ച് പ്ലാന്റ് ദിസ് ഈസ്. There are at least 3 plants visible in the image. The plants are 1. Fiddle leaf Ficus lirata. 2. Aloe vera Alobarbadensis. 3. Dracaena dracaenas. ഞാൻ ഉദ്ദേശിച്ചത് ഈ നടുക്കിരിക്കുന്ന പ്ലാന്റ് മാത്രമായിരുന്നു. പക്ഷേ മെറ്റ എൻ്റെ അടുത്ത് ഇവിടെ ഇരിക്കുന്ന ജനലിംഗ് ഇരിക്കുന്ന 3 പ്ലാന്റുകളും എന്തൊക്കെയാണ് എന്ന് പറഞ്ഞാണ്. അതെനിക്ക് കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നമുക്ക് വെളിയിറങ്ങി എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം ചോദിക്കണമെങ്കിൽ നമുക്കറിയാൻ മേലാത്തൊരു സംഗതിയാണെന്നുണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടി തന്നെയാന്ന് ചോദിക്കാമല്ലോ. അങ്ങനെ അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഞാനിതിപ്പോൾ വായിച്ചു നോക്കിയപ്പം എനിക്ക് അതുപോലെ നമുക്ക് ബി മൈ ഐ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അത്രേ. അതിപ്പോൾ നമുക്ക് വിഷ്വൽ ഇമ്പയർമെൻ്റ് ഉള്ള ആൾക്കാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ എന്തൊക്കെ പരിപാടികളുണ്ട്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് എക്സ്പ്ലോർ ചെയ്ത് കണ്ടുപിടിക്കാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് ഇതിനകത്തുള്ള ഏക ഒരു പ്രോബ്ലമായിട്ട് ഫീൽ ചെയ്തത് ഇതിൽ ലാൻഡ്സ്കേപ്പ് ഇമേജ് എടുക്കാൻ പറ്റില്ല. ഇതിനകത്ത് പോർട്രേറ്റ് ഇമേജുകളെ പറ്റത്തുള്ളൂ. നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക് അല്ലെങ്കിൽ വാട്സപ്പ് സ്റ്റാറ്റസ് ആ ഒരു ഡയമെൻഷനിലുള്ള ഇമേജസ് ഇതിനകത്ത് പറ്റത്തുള്ളൂ. അവന്മാരുടെയാണല്ലോ ക്യാമറ പരിപാടി. അപ്പോൾ അവരെ ആണ് കൂടുതലായിട്ടും ടാർഗറ്റ് ചെയ്തിരിക്കുന്ന ഒരു എന്നെങ്കിലുമൊക്കെ ഇനി ഇതിനകത്ത് ഒരു ലാൻഡ്സ്കേപ്പ് ക്യാമറ റെക്കോർഡിംഗ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഹേ മെറ്റ സ്റ്റാർട്ട് റെക്കോർഡിങ് എ വീഡിയോ. ചെയ്തുണ്ടോ? ഞാനിപ്പം അത് പറഞ്ഞപ്പം ഇവിടെ ഇങ്ങനെ മിന്നി കളിക്കുന്നുണ്ട് ഈ പരിപാടി. നമ്മൾ ഒരു പബ്ലിക് സ്ഥലത്തോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലോ ഒക്കെ ആണെങ്കിലും നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പം
ബാക്കിയുള്ളവർക്ക് നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയായിട്ട് വേണ്ടി ഇവൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന്. അപ്പം അതിന് ഹെൽപ്പ് ചെയ്യും. ഇതിനൊരു ആപ്പിൽ ഞാൻ കണ്ടു നമുക്ക് ഈ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നെസ് നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഹൈ ടു മീഡിയം ടു ഓട്ടോ. ഇതിപ്പോൾ കിടക്കുന്ന എനിക്ക് ഇന്ന് ഓട്ടോ ഞാൻ തോന്നുന്നു. ഹേമറ്റ സ്റ്റോപ്പ് റെക്കോർഡിങ്. അപ്പം പരിപാടി കഴിഞ്ഞു. അതുപോലെ ഹേമറ്റ ടേക്ക് എ പിക്ചർ. ഫോട്ടോ എടുത്തു. ഇപ്പോൾ ഈ എടുക്കുന്ന ചിത്രം നമ്മുടെ ആപ്പിൽ നമ്മുടെ ഇപ്പോൾ ഗോപ്രോ ഒക്കെ യൂസ് ചെയ്യുന്നവർക്കറിയാം. ഈ ഗോപ്രോയുടെ ഒരു ആപ്പുണ്ട്. ഈ ആപ്പിൻ്റെ അകത്ത് ആണ് നമ്മൾ ആദ്യം ഇമേജ് വരുന്നത്. എന്നിട്ട് അവിടുന്ന് നമുക്ക് നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ഈ ക്യാമറയിൽ നിന്ന് ഡയറക്റ്റായിട്ട് നമ്മുടെ വാട്സപ്പ് സ്റ്റാറ്റസോ ഇൻസ്റ്റഗ്രാം സ്റ്റാറ്റസോ അങ്ങനെയൊക്കെ ഷെയർ ചെയ്യാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. അതൊന്നും ട്രൈ ചെയ്ത് നോക്കിയില്ല, പണിയെടുക്കാണ്ട് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ കുഴപ്പമില്ല. കണ്ടിട്ട് ഇപ്പം നോർമൽ ഇപ്പം ഒരു ടെക്നോളജി ഇല്ലെങ്കിൽ പോലും സാധനം കാണാൻ കൊള്ളാം. നമ്മുടെ പണ്ട് തോമാച്ചാൻ പറയുന്ന പോലെ ഇത് എൻ്റെ പുതിയ റേബാൻ അങ്ങനെ പറയാം. പിന്നെ ഇതിൻ്റെ ട്രാൻസിഷൻ എങ്ങനെയാണെന്നുള്ളത് വെളിയിറങ്ങി നോക്കണം. ഇന്ന് വെളിയിറങ്ങുമ്പോൾ നോക്കിയിട്ട് പറയാം. നിന്റെ പുത്തൻ റേബൻ ഗ്ലാസ് ഇത് ചവിട്ടിപ്പൊട്ടിച്ച് നിന്റെ കാലയും വിട്ടു.